ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിൽ നിന്ന് നമ്മൾ ഏത് മെഡിറ്റേഷൻ ടെക്നിക്ക് നമ്മൾ ചൂസ് ചെയ്യണം. ബിക്കോസ് നമുക്ക് ഓരോ മെഡിറ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഓരോ ടൈപ്പ് ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് സ്യൂട്ടബിൾ ആകുന്ന മെഡിറ്റേഷൻ വേറൊരാൾക്ക് സ്യൂട്ടബിൾ ആകണമെന്ന് നിർബന്ധമില്ല. സോ ഇറ്റ്സ് എ സബ്ജക്റ്റീവ് തിങ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഹൗ ഡു വി ചൂസ് മെഡിറ്റേഷൻ? കാരണം ഒരുപാട് ടെക്നിക്സ് അവൈലബിൾ ആണ്. സോ നമുക്ക് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പം എന്താ പറയുക, ഇപ്പോൾ നിങ്ങളൊരു 10 മെഡിറ്റേഷൻ കണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് വായിച്ചപ്പോൾ 10 മെഡിറ്റേഷൻ കിട്ടി. ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം ഓഷോ മെഡിറ്റേഷൻസ് തന്നെയാണെങ്കിൽ അത് ഓഷോ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു 18 മെഡിറ്റേഷൻ തന്നെ ഉണ്ട്. അതിൽ നമ്മൾ സ്യൂട്ടബിൾ ആകുന്നത് കണ്ടുപിടിക്കും, നമുക്ക് അനുയോജ്യമായ മെഡിറ്റേഷൻ കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ആ ഒരു സ്കിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ഏൻഷ്യൻ ടെക്സ്റ്റാണ് വിഖ്യാൻ ഭൈരവ തന്ത്ര എന്ന് പറഞ്ഞ് മെഡിറ്റേഷൻ്റെ ആ ഒരു എസെൻസ് ആണ്. എല്ലാ മെഡിറ്റേഷനും അതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. മെഡിറ്റേഷൻ്റെ